മസിലിലോട്ട് ചെറുതായിട്ട് വ്യാപിച്ചു, ലങ്സിലോട്ട് വ്യാപിച്ചു. അങ്ങനെ സ്റ്റേജ് 3. കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്ന ആ വാർത്തയ്ക്ക് പിന്നിലെ സത്യം വെളിപ്പെടുത്തി രേണുസുതി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. അതെ, ആ വാർത്തകളെല്ലാം സത്യമാണ്. രേണുവിന് ക്യാൻസർ സ്ഥിരീകരിച്ചിരിക്കുന്നു. നിറഞ്ഞ കണ്ണുകളോടെയാണ് രേണു തന്റെ രോഗാവസ്ഥയെക്കുറിച്ച് വിവരിച്ച് പറയുന്നത്. എന്നാൽ വ്ലോഗേഴ്സ് പറയും പോലെ ഇന്നും ഇന്നലെയും ഒന്നുമല്ല ഈ രോഗം കണ്ടുപിടിച്ചത്. തന്റെ 15-ാം വയസ്സിൽ തോന്നിയ ഒരു സംശയം, മാറിടത്തിൽ എന്തോ ഒന്ന് മുഴ പോലെ. വീട്ടുകാരോടൊന്നും പറയാനുള്ള ധൈര്യം തോന്നിയില്ല. നേരെ ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു, ഇപ്പോഴിത് കുഴപ്പമില്ല, എന്നാൽ ഭാവിയിൽ ക്യാൻസർ ആകാനുള്ള സാധ്യതയുണ്ടെന്ന്. അടുത്ത കാലത്തായി അത് വളരുന്നത് പോലെ തോന്നി. നേരെ ഡോക്ടറെ പോയി കണ്ടു. അപ്പോഴും ആരോടും ഒന്നും പറഞ്ഞില്ല. മാമോഗ്രാമും ബയോപ്സിയുമെല്ലാം ചെയ്തു. ഒറ്റയ്ക്കാണ് പോയത്. റിസൾട്ട് കണ്ട ഡോക്ടർ അപ്പോൾ തന്നെ പറഞ്ഞു, ഇത് സ്തനാർബുദമാണ്. ഇപ്പോൾ 3ാമത്തെ സ്റ്റേജിലാണ്. ശ്വാസകോശത്തിലേക്കും ഹൃദയത്തിലേക്കുമെല്ലാം അത് വ്യാപിച്ചു തുടങ്ങിയെന്ന് രേണുസുതി പറയുമ്പോൾ അവർ അറിയാതെ പൊട്ടിക്കരഞ്ഞുപോയി. ഇതറിയുമ്പോൾ തന്റെ പ്രിയപ്പെട്ടവർ തകർന്നു പോകുമെന്ന് രേണുവിനറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാൾ മറച്ചു വച്ചത്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്ന സാഹചര്യത്തിൽ ഇനി അതിന് രേണുവിന് സാധിക്കില്ല. അങ്ങനെയാണ് ഈ തുറന്നു പറച്ചിൽ.